സൈഫു ഇവിടെ ഇവിടെ വലിയ സംഘർഷಕ್ಕೆ കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ BJP LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ്. ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയ പശ്ചാത്തലത്തിൽ ഇതിൽ ഒരു ഏറ്റുമുട്ടൽ ഇവിടെ LDF UDF BJP പ്രവർത്തകർ തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. TM പ്രതാപൻ UDF-ന് മണലൂർ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ C രവീന്ദ്രനാഥ് LDF-ന്റെ സ്ഥാനാർത്ഥി അവരും ഇവിടെയുണ്ട്. ചില BJP പ്രവർത്തകരെ അകത്ത് പൂട്ടിയിട്ടുണ്ടെന്നാണ് BJP നേതാക്കൾ ഇവിടെ ആരോപിക്കുന്നത്. നടൻ ദേവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി എത്തിയപ്പോൾ അവരെ ഈ ആരോപണത്തിന്റെ ഭാഗമായി പൂട്ടിയിട്ടു എന്നുള്ള ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കയ്യാങ്കളിലേക്ക് കുറച്ചു മുമ്പ് നീങ്ങിയിരുന്നു. പോലീസ് സ്ഥലത്തുണ്ട്, പക്ഷേ പോലീസിന് പൂർണ്ണമായും സ്ഥിതി നിയന്ത്രിക്കാനായിട്ടില്ല. ഇവിടെ TM പ്രതാപൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ അവരെ കാണാം. C രവീന്ദ്രനാഥ് LDF-ന്റെ സ്ഥാനാർത്ഥി അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസും അതുപോലെ തന്നെ LDF UDF BJP പ്രവർത്തകർ തമ്മിൽ വലിയ തർക്കമുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ കിറ്റ് വിതരണം ചെയ്യാൻ ഈ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് LDF-ന്റെയും UDF-ന്റെയും ആരോപണം. വ്യാപകമായി BJP അത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. കുറച്ച് കിറ്റുകൾ ഇവിടെ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായതും. ഇവിടെ TM പ്രതാപനുണ്ട്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം ഒറ്റ നിമിഷം പ്ലീസ്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇക്കാര്യത്തിൽ UDF ചെയ്യാമെന്ന്? ഒരു നിമിഷം ഒറ്റ മിനിറ്റ് പ്ലീസ് ഒറ്റ മിനിറ്റ്. എന്താ സംഭവിച്ചത്? എന്താ നിങ്ങൾ ആരോപണം? എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇന്നലെ മുതൽ ഇവിടെ നിന്നും കിറ്റ് ഉണ്ടാക്കി ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കിറ്റ് ഇന്നലെ ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടു. ഇന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു അന്വേഷണം നടത്തി. അന്വേഷണം ഇവിടെ നിന്ന് 15,000 കിറ്റാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4,000-ഓളം കിറ്റ് ഇവിടെ ഉണ്ട്. 4,000 കിറ്റ് ഇവിടെ ഉണ്ട്. BJP-യുടെ മണലൂർ സ്ഥാനാർത്ഥിയുടെ പ്രധാന നേതാവ് ഇതിനകത്തുണ്ട്. അയാളെ വണ്ടിയാണ് എടുക്കുന്നത്. അയാളെ വണ്ടിയാണ് എടുക്കുന്നത്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ആളാണ് അവിടെ സാധനങ്ങൾ ചെയ്യണത്. അത് ഞങ്ങൾ സ്വാഭാവികമായി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പോലീസിനെ അറിയിച്ചു, ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. അവർ വന്നു. അപ്പോൾ ഇതിനകത്ത് ഈ അനധികൃതമായിട്ട് കസ്റ്റഡിയിൽ എടുക്കണം. BJP നേതാവിന് കസ്റ്റഡി, വണ്ടി കസ്റ്റഡി എടുക്കണം, ഓണറെ അറസ്റ്റ് ചെയ്യണം. 15,000 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെരി സീരിയസ്, വളരെ സീരിയസ് ഒഫൻസാണ്. അപ്പോൾ അത് വന്നപ്പോഴാണ് BJP പ്രവർത്തകന്മാർ എന്നെ കയ്യേറ്റം ചെയ്തു. BJP പ്രവർത്തകന്മാർ ഇപ്പം എന്നെ ഇവിടെ കയ്യേറ്റം ചെയ്തു. അവരെ ഭീഷണിക്കും കയ്യേറ്റത്തിനും നമ്മൾ ഒരിക്കലും മടങ്ങുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ പോലീസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നീക്കം ചെയ്യുന്നുണ്ട്. കിറ്റുകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? സർ, ഞാൻ കയ്യിലെടുക്കല്ലേ. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിൽക്കാം. ഈ കിറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ അകത്തുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ അവർ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കൂവിക്കൊണ്ടും മറ്റും വലിയ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധം പല ഭാഗങ്ങളിലായി പ്രവർത്തകർ നടത്തുന്നുണ്ട്.